God our Father, we thank you for this new day. We thank you for giving us good parents, brothers, and sisters. We thank you for our teachers who are very much interested in us today. We ask you to give us wisdom so that we may learn what is being taught in our classes. Lord, help us to grow in love, truth, and in honesty. We make this prayer for your love's sake. Good morning, all. It's a true pleasure to welcome you all here today. We gather as a group of talented individuals ready to engage, to contribute, and to challenge ourselves. Firstly, I welcome our Abarna ma'am to the session. Welcome, ma'am. And I welcome you all to the session. Have a good day. Thank you. Good morning, everyone. I'm Shruti Suresh, and today's thought. Each day you have a chance to live your life without limits. Thank you. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Okay. ഓക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? നമ്മള് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഡീവിയേഷൻ നോർമലൈസേഷൻ നോർമലൈസേഷൻ തീർന്നു, ഇനി ഡീവിയേഷൻ ഉണ്ട്. ഓക്കെ, നോർമലൈസേഷൻ മനസ്സിലായോ? നമുക്ക് ഡീവിയേഷൻ ഒന്നും കൂടി പറഞ്ഞതിന് ശേഷം ഒന്നും കൂടി നോർമലൈസേഷൻ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. കാരണം ശരിക്കും ഡീവിയേഷൻ പറഞ്ഞിട്ട് വേണമായിരുന്നു നോർമലൈസേഷൻ പറയാനായിട്ട്. സോ അപ്പൊ ഡീവിയേഷൻ പറഞ്ഞിട്ട് നമുക്കൊന്നും കൂടി നോർമലൈസേഷനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. 1 മിനിറ്റ് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഷെയർ ആയിട്ടുണ്ട്. നമ്മള് ഒരു 0 to 6 ഇയേഴ്സ് വരെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഒബ്സ്ട്രക്കിൾസ്, തടസ്സം അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെയാണ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ ഒബ്സ്ട്രക്കിൾസിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടികൾ ചിലപ്പോൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര അറ്റാക്കിങ് നേച്ചർ ആയിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും പാവം കുട്ടി, നല്ല കുട്ടി, ഒന്നും മിണ്ടുന്നില്ല, കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ഡീവിയേഷൻ ശരിക്കും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പൊ ഫിസിക്കൽ ഡീവിയേഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ കാലിനോ കൈക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ ഫിസിക്കൽ ഡീവിയേഷൻസ്. നടപ്പുറക്കുന്നില്ലെങ്കിൽ കാലിൽ നടക്കുന്നതിന് എന്തെങ്കിലും വളവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, മെന്റൽ ഡീവിയേഷൻ. മനസ്സിന്റെ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയുടെ, ഒരു കുഞ്ഞുകുട്ടിയുടെ ആയാലും ഒരു വ്യക്തിയുടെ ആയാലും മെന്റൽ ഡീവിയേഷൻ കണ്ടെത്താനായിട്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ ആ എക്സ്ട്രീം ലെവലിൽ മാത്രമാണ് ആ ഒരു ഡീവിയേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു വ്യക്തി ഡിപ്രഷനിലൂടെ കടന്നു പോവാണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മനസ്സ് ഡീവിയേറ്റഡ് ആയിരിക്കും. നമുക്കത് ആ എക്സ്ട്രീം കേസിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, മുമ്പ് നമ്മളൊരു കേസ് വായിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ പത്രത്തില്. ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂത്ത മകൻ ഇളയ കുട്ടീനെ, അനിയനെയും പിന്നെ ഉമ്മേനെയും പിന്നെ റിലേറ്റീവിനെയൊക്കെ അതില് കൊന്നു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് കണ്ടില്ലേ നമ്മള്. ആ വ്യക്തി നമ്മള് അന്വേഷിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടീനെ കൊണ്ട് അല്ലെങ്കിൽ ആ മോനെ കൊണ്ട് വേറെ പ്രശ്നം ഇതുവരെ ഉണ്ടായിരുന്നില്ല. വേറെ എന്താ പറയാ ഒരു മോശം സ്വഭാവമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷെ അവന്റെ മെന്റലി ഡീവിയേറ്റഡ് ആയിരുന്നു. അവന്റെ മനസ്സ് അവന്റെ കയ്യിലല്ലായിരുന്നു, അല്ലെങ്കിൽ മനസ്സ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലൂടെ ഇരുന്ന് അവൻ കടന്നു പോരുന്നത്. ആദ്യം അത് ഐഡന്റിഫൈ ചെയ്യായിരുന്നെങ്കിൽ, ഇപ്പൊ ടീച്ചേഴ്സിനായാലും പാരന്റ്സിനായാലും അങ്ങനെ ഒരു ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവന് നല്ല രീതിയിൽ തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന് നമുക്ക് നോർമൽ വർക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ അത് ഐഡന്റിഫൈ ചെയ്തത് എക്സ്ട്രീം കേസിലാണ്. എന്നിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ ഇടയ്ക്ക്?
ആത്മഹത്യ ചെയ്തില്ല മാം. വെഞ്ഞാറമൂടാണ്. അവന് ജയിലിലാണ്. സൂസൈഡ് അറ്റൻഡ് ചെയ്തായിരുന്നു. സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ആ ഒരു മൈൻഡാണ്. സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു മൈൻഡാണ്. കാരണം അവർക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു മെന്റൽ ആ ഒരു മനസ്സിന്റെ ആ ഒരു ഡീവിയേഷനും കാര്യങ്ങളും അവനത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ അവനെ തന്നെ സ്വയം ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പൊ നമ്മള് ഈ ഡീവിയേഷൻ എങ്ങനെയാ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കുട്ടികളില് ആ ഫസ്റ്റ് 6 years 0 to 6 years നമ്മൾ പാരന്റ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജ് ആണ്. കുട്ടിയുടെ 90% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന പ്രായമാണ് എന്ന് നിങ്ങൾ ഡെവലപ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കെയറും അറ്റൻഷനും അഫെക്ഷനും കാണിച്ച് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ച് തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് നല്ല കെയറോട് കൂടി നല്ല സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ ട്രീറ്റ് ചെയ്യണം. നമ്മൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? വളർത്തണം. അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അവരുടെ മൂവ്മെന്റ്സിലോ എന്ത് കാര്യത്തിലും എന്തെങ്കിലും തടസ്സങ്ങൾ കാണുകയാണെങ്കിൽ അതെന്താണെന്ന് നേരത്തെ ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ കുട്ടികൾ എപ്പോഴും കോപ്പി ചെയ്യുന്നത് ആരെയാണ്? പാരന്റ്സിന്, ടീച്ചേഴ്സിന്. പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയാണ്. സോ നമ്മൾ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും അവരുടെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയറും കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ നമ്മുടെ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു വളരെയധികം ആ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ നമ്മൾ നല്ല രീതിയിൽ അവരുടെ നല്ല രീതിയിൽ കെയറും സ്നേഹവും കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ വാർത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോ ഡീവിയേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പെട്ടെന്ന് മെന്റൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് പറ്റും. ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത്? ഏതാണ് നമ്മളുടെ ലോക കണ്ടത്? കണ്ടോ? ഓക്കെ. അതില് ചന്തു സലിൽകുമാർ അവതരിപ്പിച്ച ഒരു റോളുണ്ട്. കണ്ടോ അത്? ജസ്റ്റ് ഒരു സീൻ ഞാൻ പറയാം. ഒരു റിമോട്ട് എടുക്കാൻ പോലും ആൾക്ക് മടിയാണ്. അപ്പൊ അതുകൊണ്ട് റിമോട്ട് കണ്ടോന്ന് അവനോട് ചോദിക്കാണ്. റിമോട്ട് കണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ റിമോട്ട് അല്ലെങ്കിൽ ആ ഡോർ ഒന്ന് പോയി ക്ലോസ് ചെയ്യാനായിട്ട്, സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റൂട്ടെ, ഞാൻ അതുകൊണ്ട് കണക്ട് ചെയ്ത് പറയണേ, ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് മടിയാണ്. കാരണം ഫിസിക്കൽ ഡീവിയേഷൻ ആണ്. ഇന്നത്തെ തലമുറയിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഏകദേശം ഫിസിക്കൽ ഡീവിയേഷൻ ഉണ്ട്. കാരണം ഫോണിൽ തോണ്ടിരിക്കാൻ, അല്ലെ ഫോണിൽ ഫുൾ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ അല്ലെ? ഓക്കെ. ഇത്രയും തന്നെ ക്ലാസ്സിൽ കയറുന്ന വരെ ഫോണിൽ കളിച്ചോണ്ടിരുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? അതില്ല കേട്ടോ. വീട്ടിൽ ഞങ്ങൾ ഭയങ്കര വർക്കിലായിരുന്നു മിസ്സേ. പെട്ടെന്ന് ക്ലാസ്സിന്റെ ടൈം ആലോചിച്ചപ്പോ വേഗം വന്നതാണ്. അങ്ങനെയാണോ? ആയിരിക്കും അല്ലെ? കുട്ടീനെ ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഒരു ബ്രേക്ക് ആയിട്ട് ആയപ്പോഴായിരിക്കും ക്ലാസ്സിന്റെ ടൈമിന്റെ കാര്യം ആലോചിച്ചത്. ഓക്കെ, അങ്ങനെയും ആവാം. പക്ഷേ നമ്മളുടെ തലമുറയല്ല. എന്നാലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഫുൾ ടൈം ഫോണിലാണല്ലേ. സത്യമായിട്ടുള്ള കാര്യം. ഡീവിയേഷൻ അതും ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ തന്നെയാണ് കേട്ടോ. മൊബൈൽ ഫോണും നമ്മളിപ്പോ പഠിക്കുന്ന കാര്യത്തിലായാലും ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടൊരു ഡീവിയേഷൻ ചെയ്യുന്നൊരു എക്യുപ്മെന്റ് ആണ്. മാറ്റി വെക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലെ? അതിനോട് ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ അതിനോടൊരു എന്താ പറയാ കുറച്ച് നമ്മളും അഡിക്റ്റഡ് ആയിട്ടുണ്ട്. മാക്സിമം മാറ്റി വെക്കാം, ബുക്കൊക്കെ റീഡ് ചെയ്യാം. അപ്പൊ അതിലൂടെ നമുക്ക് കുറച്ചൊക്കെ ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ആ കേസില് ചന്തു സലിൽകുമാറിന്റെ കേസില് ഫിസിക്കൽ ഡീവിയേഷൻ ആയിരുന്നു അല്ലെ? അത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് മടിയൊക്കെ കാണുന്നു, അല്ലെങ്കിൽ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആരോഗ്യമില്ല, അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോകുന്നു. അത് ഫിസിക്കൽ ഡീവിയേഷൻ ആണ്. അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മെന്റൽ ഡീവിയേഷൻ കണ്ടെത്താൻ പറ്റൂല. കാരണം എന്താണ്? അതൊരു വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ കൂടുതലായിട്ട് ആ വ്യക്തിനെ അറിയുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ കൂടെ പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ എത്ര അറിയാന്ന് പറഞ്ഞാലും അവരെത്ര ഡീവിയേറ്റഡ് ആണെന്നൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചില ആക്ടിലൂടെയൊക്കെ നമ്മൾ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യും. ആ കുട്ടി ഡീവിയേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചില കുട്ടികൾ നമ്മളോട് പാരന്റ്സ് വന്ന് പറയും, ഇങ്ങനെ പറയും, അവനൊന്നും എഴുതുന്നില്ല ടീച്ചറെ, ഒന്നും എഴുതുന്നില്ല, അക്ഷരങ്ങൾ പോലും എഴുതുന്നില്ല, എന്താണെന്ന് അറിയില്ല, അവന് ചിലപ്പോ പഠന വൈകല്യമാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ. ഇതേപോലൊരു കേസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IQ ലെവൽ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടാണ് ചേർത്ത് കേട്ടാ.
അപ്പൊ ഞാൻ കുറച്ച് നാൾ നോക്കിക്കഴിഞ്ഞപ്പോ ആൾക്ക് പഠിക്കുന്നതിന് കുഴപ്പമില്ല, പ്രോബ്ലംസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ എന്താ പറയാ, ഒരു ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു തിങ്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. മേ ബി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷനിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. ഞാൻ പറയും, ഇനി ടൈപ്സിൽ പറയും. അപ്പൊ അത് ആ കുട്ടി ഏതാണെന്ന് ഞാൻ പറയാം, ഏത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആയിരുന്നു എന്നുള്ളത്. ഡീവിയേഷൻ ഒരാൾ വായിക്കോ? സഞ്ജന വായിക്കോ? വായിച്ചേ. Deviation. A deviation is a warp in a character that will occur in a child during the formative years, birth to 6 years, because of obstacles or oppression to his natural development. Deviation occurs when the child has the will to act but his movement are restricted. When he got the interest but his necessity met. ഓക്കെ. അപ്പോ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുട്ടികളുടെ രൂപം കൊള്ളുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ തന്നെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആ ഫോർമേറ്റീവ് ഇയേഴ്സിലാണ്, 0 to 6 yearsലാണ് ഇതേപോലുള്ള തടസ്സങ്ങളും പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ അടിച്ചമർത്തൽ, അങ്ങനെ ഒപ്രഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. നാച്ചുറൽ ഡെവലപ്മെന്റിൽ നിന്ന് അവർ ആ ലൈനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. അതിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. നോർമലായിട്ട് കുട്ടികളിൽ വരുന്ന ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഡെവലപ്മെന്റ് കാര്യങ്ങളും വരാതെ വരുമ്പോൾ നമ്മൾ ഡീവിയേറ്റഡ് ആണെന്ന് പറയുന്നു. ഡീവിയേഷൻ ഒക്കെ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ അവരുടെ മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വി ഓൺ ചെയ്ത് കാണണമെന്ന് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ സോഫയിൽ ഇരുന്നിട്ട് ടിവിയുടെ റിമോട്ട് എടുത്ത് ഓൺ ചെയ്യാനായിട്ട് മടി. മനസ്സിലായോ? വെച്ചാല് ആ കുട്ടിക്ക് അത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവന്റെ മൂവ്മെന്റ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്റ്റഡ് ആണ്. വേറൊരു കാര്യം പറയാം, നമ്മളുടെയൊക്കെ ഒരു ഡീവിയേഷൻ അല്ല, എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. എന്നിട്ട് നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യാം. നാളെ ആവുമ്പോൾ എന്ത് വിചാരിക്കും, പിന്നെ വേറൊരു ദിവസം ചെയ്യാം. അങ്ങനെ നമ്മൾ മാറ്റി വെക്കും അല്ലെ? ഓക്കെ, അങ്ങനെ മാറ്റിയൊന്നും വെക്കരുത്. നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഇന്ന് തന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനെ മാറ്റി നമ്മൾ വെക്കേണ്ട കാര്യമില്ല. സോ ഇത് ഡീവിയേഷൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മടി, പിന്നെ ചെയ്യാലോ, അല്ലെങ്കിൽ കുറച്ച് നാളോട് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കില്ലേ റെക്കോർഡിന്റെ, ഞാൻ ചുമ്മാ പറയണ്ട, തമാശക്ക് പറയണേ, റെക്കോർഡ് അല്ലേ, അത് ലാസ്റ്റ് ആവുമ്പോ എഴുതിയാൽ മതി. ആദ്യം നിങ്ങൾ വിചാരിച്ചല്ലേ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഈ 10 മാസം കിടക്കല്ലേ, അതായാലും എഴുതിയാൽ മതി. ആദ്യത്തെ 6 മാസം കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങിയാൽ മതി. 6 മാസം കഴിഞ്ഞപ്പോഴോ ബാക്കി 4 മാസം ഉണ്ടല്ലോ, പിന്നെ 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ് എഴുതാം. ഇപ്പൊ നോക്കുമ്പോ എന്താണ്, ഒട്ടും ടൈമില്ല. എവിടെന്നൊക്കെയൊക്കെയോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ഭയങ്കര ഫാസ്റ്റ് അല്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ഓക്കെ, നമ്മളില് അതെന്ത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആയിരുന്നു? മടിയായിരുന്നു കേട്ടോ. ഇപ്പൊ മടിയൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളിപ്പോ നോർമൽ ചൈൽഡ് ആയിട്ട് മാറിയെന്ന് തോന്നുന്നു. കാരണം വർക്ക് ചെയ്യാൻ മടിയില്ല, പേപ്പർ കട്ട് ചെയ്യാൻ മടിയില്ല, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒരു മടിയും ഇപ്പൊ ആരും കാണിക്കുന്നില്ല. കാരണം എന്താണ്, നിങ്ങളുടെ നെസസിറ്റിയിലേക്ക് അത് വന്നു, അത് ആവശ്യമായിട്ട് മാറി അല്ലേ? മടിയൊന്നുമില്ല മിസ്, അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. മിസ് പറഞ്ഞ ആക്ടിവിറ്റി എല്ലാം ഞാൻ നേരത്തോടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് മടിയില്ല. ഓക്കെ, മടി അതല്ലാണ്ട് ഞാൻ പറഞ്ഞ എല്ലാവർക്കും അങ്ങനെയല്ല. ചിലപ്പോ ഇന്ന് ചെയ്യാം, ഇത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും. ഇപ്പൊ ഇത് ഇന്ന് ചെയ്യണോ, വേണ്ട നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ മാറ്റിവെക്കും. ഞാൻ തന്നെ മടി പിടിച്ചിട്ട് ഞാൻ തന്നെ മാറ്റിവെക്കും. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ജസ്റ്റ് പഠിക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കും. ഇപ്പൊ എക്സാം ഒക്കെ വരുമ്പോ, ഞാനിപ്പോ എക്സാം ഒക്കെ എഴുതാറുണ്ട്. അപ്പൊ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ വിചാരിക്കും 2 months അല്ലെങ്കിൽ 6 months ഉണ്ട്, പഠിക്കണം, ഇന്ന് പഠിച്ചു തുടങ്ങും. പക്ഷെ ഡയറിയിലൊക്കെ എഴുതും ഇന്ന് പഠിച്ചു തുടങ്ങണം. പക്ഷെ എന്താണ്, നടക്കില്ല. ലാസ്റ്റ് ആ ഒരു 1 month ഉള്ള സമയത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 monthനുള്ളിൽ അത്രയും കാര്യങ്ങൾ കവർ ചെയ്യണമെന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും, തിരുന്ന് പഠിക്കും. പക്ഷെ ആദ്യം മുതൽ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അതും ഒരു തടസ്സം, ചെറിയൊരു ടൈപ്പ് ഓഫ് തടസ്സമാണ്. ഡീവിയേഷൻ ആണെന്നല്ല, തടസ്സമാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഫോൺ മനഃപൂർവ്വം മാറ്റി വെക്കും. പിന്നെ ആര് വിളിച്ചാലും ഫോൺ എടുക്കൂല. എനിക്ക് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്, ഫോൺ ആര് വിളിച്ചാലും എടുക്കില്ല. അതൊക്കെ നോർമലാണ്.
ഫോൺ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. പക്ഷെ എക്സാം ആവുമ്പോ എന്റെ ഫോൺ എന്നെ വിളിക്കണ പോലെ തോന്നും. അല്ലാത്ത സമയത്ത് ഫോണിനോട് ഒരു താല്പര്യം ഇല്ലാതെ ഞാൻ എക്സാം ആവുമ്പോ ഫോൺ എന്നെ വിളിക്കണ പോലെ തോന്നും. കാരണം ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ നോക്കാൻ പോകും. അതേപോലെ സ്റ്റോറി, ഞാൻ ഓൺലൈനായിട്ട് സ്റ്റോറി വായിക്കും. സ്റ്റോറി വായിക്കാൻ തോന്നും. അതൊക്കെ എനിക്ക് എക്സാമിന്റെ ടൈമിലാവുമ്പോ മാത്രം വരുന്ന എന്താ പറയുക, പക്ഷെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ എക്സാമിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ മൈൻഡ് ഡീവിയേറ്റ് ആണ്. ചിലപ്പോ ഒരു ചെറിയ മെസ്സേജ് മതി. ഒത്തിരി നേരം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് വരുമ്പോൾ തന്നെ നമ്മൾ ഡീവിയേറ്റഡ് ആവും. അയ്യോ എന്താണ് മെസ്സേജ്, അല്ലെങ്കിൽ ഇപ്പൊ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു എന്ന് വിചാരിക്കും, ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ഉണ്ട്. അത് നോർമൽ, നമ്മുടെ വലിയ ആൾക്കാരുടെ കാര്യത്തിലാണ്. പക്ഷെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലെ കുറിച്ച് ഡീവിയേഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ. The will of the adult is alternated. This is when parents do not allow the child to improve his own personality. The adult imposes his personality on the child and overpower him. The child needs a loving and stimulating environment without which his personality will be deviated. Montessori felt that deviations were not in the true of the child. നമ്മളുടെ ഇഷ്ടങ്ങൾ, പാരന്റ്സിന്റെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും അല്ലെ. എന്റെ അറിവില് ഒരു പാരന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടീനെ ഡാൻസിന് വിട്ടു കേട്ടോ. ഡാൻസിന് ഒരു 1.5 year വരെയും ക്ലാസിക്കൽ ഡാൻസ്, നമുക്കറിയാലോ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ടും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു കാര്യമാണല്ലേ ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മാം എന്റെ മോള് പഠിക്കുന്നുണ്ട്. ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് പ്രോഗ്രാം ഒക്കെ വരുമ്പോ കളിക്കാം കേട്ടോ, കോൺവെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്ലാസിക്കൽ ഡാൻസിനാണ് ആ കുട്ടീനെ ആദ്യം വിട്ടേട്ടോ. 1.5 years വരെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ആ സമയത്ത് ക്ലാസിക്കൽ ഡാൻസിനോട് വളരെ ഇൻട്രസ്റ്റ്. പക്ഷെ ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, മോളെ ക്ലാസിക്കൽ ഡാൻസിന് വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അവിടെ എന്താ ഡാൻസിന് പോവാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവള് കരാട്ടയ്ക്ക്, ഇപ്പൊ പെൺപിള്ളേരായതുകൊണ്ട് കരാട്ടയൊക്കെ പഠിച്ചിരിക്കണം നല്ലതാണ്, അതിന് ഞാൻ കരാട്ടയ്ക്ക് കൊണ്ടു ചേർത്തു. ഡാൻസിനൊക്കെ പോയിട്ട് എന്ത് കാര്യ? ഞാൻ പറഞ്ഞു അത് ചേച്ചി തന്നെ നിർബന്ധിച്ച് വിട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, അവർക്ക് ഇപ്പൊ കരാട്ടന് ഇഷ്ടം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാല് കൊച്ചിന്റെ ഇഷ്ടം നോക്കിയില്ല, അമ്മയുടെ ഇഷ്ടമാണ് ഇമ്പോസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ പറഞ്ഞത് അവളെ കളരിക്ക് വിട്ടുന്നതാണ്, കരാട്ട നിർത്തിയിട്ട് കളരിക്ക് വിട്ടുന്നത്. ഞാൻ പിന്നെ ചോദിക്കാൻ പോയില്ല എന്തുകൊണ്ടാണ് കളരിക്ക് വിട്ടതെന്ന്. അപ്പൊ പറയും അവൾക്ക് അത് ഇഷ്ടമായതുകൊണ്ടാണെന്ന്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അഡൽട്ടിന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും അല്ലെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് കുട്ടിയുടെ മേലെ നമ്മുടെ പേഴ്സണാലിറ്റി ഒരിക്കലും ഇമ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. ചിലപ്പോൾ നമ്മൾ ഒരു കുട്ടീനോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവന്റെ പാരന്റ്സിന്റെ വോയിസ് ആയിരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ ഫീൽ ചെയ്യും, കാരണം അവൻ സംസാരിക്കുന്നത് ചിലപ്പോൾ അവന്റെ പാരന്റ്സ് എന്തായിരിക്കുമോ ആ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് അതേ കാര്യങ്ങളായിരിക്കും നമ്മളോട് അവൻ പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ആ കുട്ടി സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ചേട്ടനെ പോലെ സംസാരിക്കും. കാരണം അവരെങ്ങനെയാണോ അവരെ വളർത്തുന്നത്, അവൻ പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് ഇമ്പോസ് ചെയ്യാണ്. ശരിക്കും അങ്ങനെ പാടുണ്ടോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവന്റെ ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റും കാര്യങ്ങളും ആണ് നമ്മൾ ഫാമിലി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവട്ടെ, അവൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഡെവലപ്പ് ആവട്ടെ എന്ന് വിചാരിക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല ഇതാണ് നോ പറയണം, അതാണ് ആരും പുറത്തുനിന്ന് ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നോ പറയണം. ചിലപ്പോൾ അവന് ഇഷ്ടമുണ്ടാവും ഒരു ചോക്ലേറ്റ് എന്നത് വാങ്ങിക്കാനായിട്ട്, പക്ഷെ അവന്റെ പാരന്റ്സ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, വാങ്ങിക്കില്ല. സോ എപ്പോഴും ഈ പേഴ്സണാലിറ്റി, അവന്റെ ഓൺ പേഴ്സണാലിറ്റി അവിടെ എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യുന്നില്ല. കുട്ടികൾക്ക് ഡീവിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ്. നല്ല ലവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അവന് പ്രൊവൈഡ് ചെയ്യാം. അവന്റെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവനെ അലോ ചെയ്യാം. ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, അലോ ചെയ്യാം. പണ്ട് ആദ്യമൊക്കെ മോള് ചെറുതായിരുന്ന സമയത്ത് അവള് ഓടയൊക്കെ ചെയ്യൂലേ, അപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഓടലെ വീഴും കാലൊക്കെ പൊട്ടും എന്ന് പറയും. ഇനി ആ ഹസ്ബൻഡ് പക്ഷെ അവൾ ഓടട്ടെ വീഴട്ടെ പൊട്ടട്ടെ അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പക്ഷെ ഞാൻ ഈ നമ്മളുടെ ഈ ഒരു മെത്തേഡിലേക്ക് വന്നതിന് ശേഷം രണ്ടാമത്തെ ആള് ഇപ്പൊ ഓടിയാലും പ്രശ്നമില്ല, അവന്റേതായ രീതിയിൽ അവൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാരണം അവന് ഓരോ കാര്യങ്ങൾ വീണാലും എല്ലാവരും അറിയുള്ളൂ.
അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ചൂട്, തണവ്, അതെല്ലാം അവരറിയണം. ഇപ്പൊ നമ്മള് ചൂടുവെള്ളമാണ് കൊടുക്കലെന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ട് ചൂടുവെള്ളമാണെങ്കിൽ തൊടിയിരിക്കും, കണ്ട ചൂടാണ് തൊടരുത് കേട്ടാ. ഒരു എക്സ്പീരിയൻസ് ചെയ്യാണ്, നമ്മളത് ചെയ്യല്ലേ എന്ന് പറയുന്നതിന് നല്ലത് അവരെ കൊണ്ട് ചെറുതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിക്കാം, ചെറുതായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യിക്കാം. പിന്നെ അവർക്ക് അത് മനസ്സിലാവും. അതേപോലെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു നല്ല എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. നമ്മളുടെ പേഴ്സണാലിറ്റി ഒരിക്കലും കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ ഇമ്പോസ് ചെയ്തതല്ല. നമ്മുടെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ നമ്മൾ കുട്ടീനെ അടിച്ചേൽപ്പിക്കരുത്. നമുക്ക് ആ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയട്ടെ, എനിക്കതാവാൻ പറ്റില്ല, അതുകൊണ്ട് എന്റെ മോനെ ഇന്നതാക്കും, അങ്ങനെയൊക്കെ പറയാറില്ലേ? നമ്മളുടെ പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവൂലേ? അപ്പൊ അങ്ങനെയല്ല, അവന്റെ ഇഷ്ടങ്ങൾ എന്താണോ, അവന്റെ ആഗ്രഹങ്ങൾ എന്താണോ, അതിന് പുറകെ അവൻ പൊക്കോട്ടെ. ചിലപ്പോ അവന് പഠിച്ച എഞ്ചിനീയറോ ഡോക്ടറോ ഒന്നും ആവാനായിരിക്കില്ല ഇഷ്ടം, പക്ഷെ എന്താണ് വല്ല മ്യൂസിക്കിലോ നല്ല രീതിയിൽ ടാലന്റ് ഉണ്ടാവും, അത് അവൻ ഫോളോ ചെയ്യട്ടെ. അവന്റെ പാഷൻ എന്താണോ അത് അവൻ സെലക്ട് ചെയ്ത് അത് ഫോളോ ചെയ്യട്ടെ. മോണ്ടിസോറി ഫെൽറ്റ് ദാറ്റ് ഡീവിയേഷൻ ആർ നോട്ട് ഇൻ ദ ട്രൂ ഓഫ് ദ ചൈൽഡ്. ഡീവിയേഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ ട്രൂ ക്യാരക്ടർ അല്ല, ട്രൂ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല എന്ത് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അത് അവന്റെ പേഴ്സണാലിറ്റിയിൽ വന്ന ചെറിയൊരു ഡിസ്റ്റർബൻസ് ആണ്. അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രൂ നേച്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചില കാര്യങ്ങൾ കുട്ടീനെ ഇങ്ങനെ എന്താ പറയാ, ഫുൾ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക, നമ്മളെപ്പോഴും അവനെ ഫോളോ ചെയ്ത് അവന്റെ ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ്സിൽ നമ്മളുടേതായ ഒരു എന്താ പറയുക കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ആവില്ല. സോ നമ്മൾ കുട്ടികൾക്ക് ആവശ്യത്തിന് ഫ്രീഡവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ അവനെ റിലേറ്റ് ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങളാണെങ്കിൽ പോലും അവനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് അവൻ പോകണം എന്ന് ആഗ്രഹിക്കരുത്. അത് ചിലപ്പോൾ അവന്റെ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ്, ചിലപ്പോൾ അവൻ നമ്മളോട് പറയില്ല, നമ്മളോട് എതിർത്ത് പറയില്ല, അവനത് ഫോളോ ചെയ്യും. അത് നമ്മളോട് ഇഷ്ടം കൊണ്ടായിരിക്കും. പക്ഷെ അവന് ചിലപ്പോൾ അതായിരിക്കില്ല ഇഷ്ടം, അവന്റെ മനസ്സ് അപ്പോഴും വേറൊരു കാര്യത്തിലായിരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തന്നെ കുട്ടികളെ വിടാം. ഓക്കെ, ഇനി നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലേ, അഡൽട്ടിന്റെ പേഴ്സണാലിറ്റി ഒരിക്കലും ഇമ്പോസ് ചെയ്യരുതെന്നേ പറഞ്ഞുള്ളൂ. ഇതിപ്പോ നമ്മൾ ഏത് കേസ് നോക്കിയാലും, ഇപ്പൊ ചെറിയ കുട്ടികളുടെ മുതൽ വലിയ കുട്ടികളുടെ വരെയും കേസ് നോക്കിയാലും ഈ ഡീവിയേഷൻ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കും കുഞ്ഞു കുട്ടികളായിരിക്കും ഡീവിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ അല്ലാത്ത എല്ലാ ഏജിലും ഡീവിയേഷൻസ് ഒക്കർ ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് ആണ്. നമ്മൾക്ക് ഫിസിക്കൽ ഡീവിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫിസിക്കൽ ആയിട്ടുള്ള ഡീവിയേഷൻസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ മൂവ്മെന്റ്സിലോ വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫിസിക്കൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ മെന്റൽ ഡീവിയേഷൻ അറ്റ് പീക്ക്, ആ ഒരു അത്രയും ഇതിൽ വരുമ്പോൾ മാത്രമേ, പീക്കിൽ മാത്രമേ അത് പൊട്ടിത്തെറിക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പെട്ടെന്ന് ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അത്രയും നാള് നമ്മൾ അത്രയും കാമാണ് കൂളാണെന്ന് വിചാരിക്കുന്ന വ്യക്തി ആ അറ്റ് പീക്ക് എത്തുമ്പോൾ, ആ ഒരു മെന്റൽ ഡീവിയേഷന്റെ ഏറ്റവും അറ്റത്ത് എത്തുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇത് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ലുക്കിലോ അവരെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയും ആ ഡീവിയേഷൻസ് മനസ്സിലാവും. മെന്റൽ ഡീവിയേഷൻ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ഓക്കെ, ആരാ വായിക്കുന്നേ? ഫസ്റ്റ് പാരഗ്രാഫ്. Classes of deviated children. Mental deviations are difficult to identify at a peak when compared to physical deviations, like some atypical looks in the physical structure. Deviation from the mind normally does not exhibit itself clearly. It is possible to categorize 3 main classes of deviated children. Okay. അപ്പോ എന്താണ് മെന്റൽ ഡീവിയേഷൻ അറ്റ് പീക്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ലുക്ക് ഇൻ ഫിസിക്കൽ സ്ട്രക്ചർ, ആ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡീവിയേഷൻ ഫ്രം ദ മൈൻഡ് ഈസ് നോർമലി ഡസ് നോട്ട് എക്സിബിറ്റ് ഇറ്റ് സെൽഫ് ക്ലിയർലി. മനസ്സിന്റെ ഡീവിയേഷൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണമെന്നില്ല. നമ്മുടെ മൈൻഡ് ഡീവിയേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മളിപ്പോ മുതിർന്ന വ്യക്തികളാണെങ്കിലും ഡീവിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും അല്ലെ. അപ്പൊ അത് നമുക്ക് മറ്റൊരാൾക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഇനി നമ്മൾ കുട്ടികളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ഡീവിയേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് അല്ലെ. ആദ്യം പറയുന്നത് നോട്ടി ചിൽഡ്രൻ ആണ്.
നോട്ടി ചിൽഡ്രൻ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബിഹേവിയർ, ഭയങ്കര വയലൻസ് സ്ട്രോങ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. അവനെ നമ്മൾ എങ്ങനെയാ റോങ് ആയിട്ട് അവനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ അതിനേക്കാൾ റോങ് ആയിട്ടായിരിക്കും നമ്മളോട് പ്രതികരിക്കുന്നത്. ഭയങ്കര ഷോർട്ട് ടെമ്പർ ആയിരിക്കും. മറ്റു കുട്ടികളെ ഇടിക്കുക, മുതിർന്നവർ പറയുന്നതൊന്നും കേൾക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ അഡൾട്ട്സിനോട് ഭയങ്കര ബഹുമാനമില്ലാതെ സംസാരിക്കാം. അങ്ങനെ ഭയങ്കര ഒരു വയലന്റ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കും ഈ നോട്ടി ചിൽഡ്രൻസിന് സാധാരണയായിട്ട് കാണുന്നത്. ഞാൻ ഒരു കുട്ടീനെ പഠിപ്പിച്ച സമയത്ത് എനിക്ക് വന്ന റിയൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആ കുട്ടീനെ UKG പഠിപ്പിച്ചിട്ടുണ്ട്. UKG ആയിരുന്ന സമയത്ത് അവനെ പഠിപ്പിക്കുമ്പോൾ നല്ല കുട്ടിയാട്ടോ. നല്ല കുട്ടി എന്ന് വെച്ചാല് അമ്മയും മോനും എപ്പോഴും ഒരുമിച്ച് വരുന്നു, അവനെ കൊണ്ടുവന്നാക്കുന്നു. അതേപോലെ തന്നെ അമ്മയും മോനും വിളിച്ചുകൊണ്ട് പോകുന്നു. അവർ രണ്ടുപേരും നല്ല ബോണ്ടാണ്. അപ്പോ UKG സമയത്ത് പിന്നെ അവൻ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ആയി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ജോലി കിട്ടി. അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. ഓൾറെഡി അച്ഛൻ ഗവൺമെന്റ് ജോബാണ്, പോലീസിലായിരുന്നു. അപ്പോ അച്ഛനുണ്ടായിരുന്നില്ല, അമ്മയും അവനുമായിരുന്നു കൂടുതൽ ടൈമും കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പൊ അമ്മയ്ക്കും കൂടി ജോലി കിട്ടിയത് ട്രിവാൻഡ്രത്തായിരുന്നു. സെക്രട്ടേറിയറ്റിലോ അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പോ അവിടെ ജോലി കിട്ടിയതിനു ശേഷം അമ്മയുടെ വീട്ടില് ഇവനെ ഏൽപ്പിച്ചിട്ടായിരുന്നു അമ്മ ജോലിക്ക് വന്നത്. ജോലിക്ക് പോയിട്ട് എല്ലാ ദിവസവും വരാൻ പറ്റില്ല, നമുക്കതറിയാം. സാറ്റർഡേ സൺഡേ പോലും വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് സാറ്റർഡേ ആവുമ്പോഴാണ് ആകെ അവനെ കാണാനായിട്ട് അമ്മ വന്നിരുന്നത്. സെക്കൻഡ് സാറ്റർഡേ വരും, പിന്നെ സൺഡേ കഴിഞ്ഞ് മൺഡേ പോവുകയും ചെയ്യുന്നു. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അവന്റെ എല്ലാ കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. ഇത്രയും നാള് അവന് കിട്ടിയിരുന്ന കെയറും അറ്റൻഷനും കാര്യങ്ങളും കുറഞ്ഞതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അവൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞപ്പോഴും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചൈൽഡായിട്ട് മാറി. എന്ത് പറഞ്ഞാലും അനുസരിക്കാതെ, കാരണം പഠിക്കാത്തൊന്നല്ലാട്ടെ, പഠിക്കണ കുറച്ച് തന്നെയാ, പക്ഷെ അവൻ പഠിക്കൂല എന്ന് പറയും. അവന് പഠിക്കാൻ പറ്റുന്നില്ല, വേണ്ട എനിക്കത് വേണ്ട. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു. അതേപോലെ ഒരു കുട്ടിയുടെ എന്തോ അവൻ ചെയ്തതാണ്. അപ്പൊ ഈ കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ ഇവിടേക്കായി കണ്ണിന്റെ ഉള്ളിലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കണ്ണിനെ കാഴ്ചനെ വളരെയധികം ബാധിച്ചാണ്. പക്ഷെ അത് എന്തോ ജസ്റ്റിന് ആ കുട്ടി കണ്ണടച്ചുകൊണ്ട് പുറത്തായിട്ടാണ് അത് കൊണ്ടത്. പക്ഷെ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ കോട്ടൊക്കെ ചെയ്തു. 3-4 ദിവസം റെസ്റ്റ് ഒക്കെ വേണ്ട വന്നു. അപ്പൊ ഇവൻ ഇത് ആ ഒരു കേസാണ് ഏറ്റവും എക്സ്ട്രീം. ബാക്കി ആൺപിള്ളേരായിരുന്നു ഉപദ്രവിച്ചത്, ഒരു പെൺകുച്ചിനെയായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ ഫാമിലിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഭയങ്കര ഓരോ പ്രശ്നം എല്ലാ ദിവസവും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഈ കൊച്ചു പോകുന്നത്. അപ്പൊ എനിക്ക് ഇവരെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ടും ഇവന്റെ ക്യാരക്ടർ അന്ന് ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്ത് നല്ല ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. നല്ല കുട്ടി, അനുസരണയുള്ള നല്ല കുട്ടിയായിരുന്നു. ഭയങ്കര പാവം, അത്യാവശ്യം അനുസരണയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. പിന്നെ ഇവൻ ഇവന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം നിന്നിരുന്നത് ഞാൻ പറയാലോ. അവര് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവനാളും ആകെ മാറിപ്പോയി. അമ്മ ഫോൺ ചെയ്താൽ പോലും സംസാരിക്കുന്നില്ല. അമ്മനോട് ശരി വെക്കട്ടെ, അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ വിളിച്ചേ, ഞാനിവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, വഴക്കും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതേപോലെ തന്നെ അവന് ടോയ്സും കാര്യങ്ങളും, അവന് ഭയങ്കര ഇഷ്ടമുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യാൻ നശിപ്പിക്കുകയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഒബ്സർവ് ചെയ്തപ്പോ അവന് കെയറും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം. ഈ ഒരു എന്താ പറയാ ഹൈപ്പർ ആക്ട് എന്നല്ല, നോട്ടി ആ ഒരു ചൈൽഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അവന് അത്രയും നാള് അമ്മയുടെ കെയറും സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടി പെട്ടെന്ന് അമ്മ അവനെ വിട്ടു നിന്നപ്പോ ആ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലായി. അപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞിട്ടാണ് അവന്റെ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ആയത്. അതും എറണാകുളത്തേക്കാണ് ട്രാൻസ്ഫർ ആയത്. എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നേരത്തെ പോകണം. ഒരു 7 മണിക്കൊക്കെ അവിടെ പോകണം. വൈകുന്നേരം ഒരു 6-7 മണി ആകുമ്പോഴേ വരാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും അമ്മ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന്റെ ക്യാരക്ടറിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കാണാനായിട്ട് തുടങ്ങി. കുറച്ച് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ അമ്മയ്ക്ക് അടുത്ത് നമ്മള് പറവൂര് അടുത്ത് ഒരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ എത്തി. പക്ഷെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ആ സ്കൂളിൽ നിന്ന് മാറി. എന്നാലും ആളും അമ്മയും ഇപ്പൊ ഒരുമിച്ചാണ്. പണ്ട് എങ്ങനെയായിരുന്നോ അവനെ കണ്ടിരുന്നത് അതേപോലെയാണ്. അമ്മയുടെ ബൈക്കിന് സ്കൂട്ടിക്ക് പുറകിലിരുന്ന് പോകുന്നു, ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പൊ കാണുന്നുണ്ട്. അപ്പൊ അവനോട് പ്രാവശ്യം പറഞ്ഞു, അവനെ കണ്ടപ്പോ ഇപ്പൊ എങ്ങനെയുണ്ടാവെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മോളെ അവന് നല്ല മാറ്റമുണ്ട്. കാരണം ഇപ്പൊ അവൻ എല്ലാം പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടാ. ക്ലാസ്സിൽ ഇപ്പൊ ടീച്ചർമാര് പരാതി ഒന്നും പറയുന്നില്ല അവനെ കുറിച്ചിട്ട്. പണ്ട് പറഞ്ഞ പോലെ ഒന്നും ഇപ്പൊ പറയുന്നില്ല മോളെ, അവനിപ്പോ കുറച്ച് നല്ല രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടികളിൽ വരുന്ന ഡീവിയേഷന് എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും.
നമ്മൾ ആ കുട്ടി പഠിക്കില്ല അല്ലെങ്കിൽ ആ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തല്ല വേണ്ടത്. അവന്റെ പ്രശ്നം എന്താണ്, ആ ഡീവിയേഷൻ എന്താണ് കാരണം, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മനോട് നമ്മളിത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് മനസ്സിലായി. കാരണം അവന് അമ്മനെ പിരിഞ്ഞു നിൽക്കുന്നതിലുള്ള വിഷമമാണ്. കാരണം അച്ഛൻ വരുന്നുണ്ടെങ്കിലും അച്ഛന്റെ ഷിഫ്റ്റ് നമുക്കറിയാലോ, പോലീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ടൈമിലായിരിക്കും അല്ലെ. ചിലപ്പോൾ പകൽ സമയത്ത് ആള് ഫുൾ ടൈം ഉണ്ടാവും, അപ്പൊ കുട്ടി സ്കൂളിലായിരിക്കും. വൈകുന്നേരം അച്ഛൻ ജോലിക്ക് പോകും, മോൻ ആ സമയത്ത് ഫുൾ ടൈം ഉണ്ടാവും. പക്ഷെ അവന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു അല്ലെ. അവൻ പെട്ടെന്ന് അത്രയും നാളെ അമ്മയുടെ അറ്റൻഷനും കെയറും കാര്യങ്ങളൊക്കെ കിട്ടി സമയത്ത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അവന് ഫീൽ ചെയ്തു. അപ്പോ നമ്മള് കുട്ടികളുടെ കെയർ കൊടുക്കുന്നതും അഫെക്ഷനും ലവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡീവിയേഷൻ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു എന്താ പറയാ വിചിത്രമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ ഈ ഡീവിയേഷനും കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നത്. നമ്മള് ജാനുവരി 1 ഒക്കെ ആയ സമയത്ത്, ജാനുവരി 1 അല്ല, കഴിഞ്ഞ ലാസ്റ്റ് SSLC എക്സാമിന് മുമ്പായിട്ട് നമ്മള് ഒരു ന്യൂസ് വായിച്ചല്ലേ, സഹപാഠികൾ എല്ലാവരും കൂടി ഒരു കുട്ടീനെ ഉപദ്രവിച്ചത്, ഓക്കെ, മർഡർ ചെയ്തത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കുട്ടികളെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അവർ പഠിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്തായിരുന്നു, ആ കുട്ടികൾക്കൊക്കെ ഡീവിയേഷൻ ഉണ്ടായിരുന്നു അല്ലെ. അതെന്ന് വെച്ചാല് അവർക്കറിയില്ല ആ സമയത്ത് എന്താണ് പ്രവർത്തിക്കേണ്ടത്, അവരുടെ മൂവ്മെന്റ്സും അവർക്ക് ആ ഒരു ഫീൽ ഇല്ല. അവർ ആ ഒരു എന്താ പറയാ ഭയങ്കര ക്ലംസിനും വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. ചില ആൾക്കാർ, ചില കുട്ടികള് അവര് എന്താ പറയാ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളെ ആയിരിക്കും കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നത്. ക്രൂവൽറ്റിയും കാര്യങ്ങളും കാണിക്കുന്ന അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളായിരിക്കും. അവർക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കൾ നശിപ്പിക്കാനായിരിക്കും അവർക്ക് താല്പര്യം കാണിക്കുന്നത്. അതെന്താണ്, നോട്ടി ചിൽഡ്രന്റെ ക്യാരക്ടറാണ്. ഓക്കെ, അപ്പൊ ആരെ വായിക്കുന്ന നോട്ടി ചിൽഡ്രൻ? ഞാൻ വായിക്കാം. വായിക്കടാ. Naughty children. Naughty children are strong and behave with violence to wrong treatment they have received. These children have tantrums, kick and bite, defy adults. They are generally greedy, destructive, and cruel to other children and animals. Although active, these children are clumsy in their movement. ഓക്കെ, നോട്ടി ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര സ്ട്രോങ്ങും ഭയങ്കരമായിട്ട് വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. അവരുടെ എന്താണ് അവരുടെ ലൈഫിൽ റിസീവ് ചെയ്യുന്ന റോങ് ട്രീറ്റ്മെന്റ്, അവരെങ്ങനെ പ്രതികരിക്കണം നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഭയങ്കര കോപായിരിക്കും, ഷോർട്ട് ടെമ്പർ ആയിരിക്കും, കിക്ക് ആൻഡ് ബൈറ്റ്, മറ്റുള്ളവരെ കിക്ക് ചെയ്യുക, ബൈറ്റ് ചെയ്യുക എന്നുള്ള രീതിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഡിഫേ അഡൾട്ട്, മുതിർന്നവരെ അനുസരിക്കില്ല, മുതിർന്നവരോട് എതിർത്ത് സംസാരിക്കും. പിന്നെ ഇവർ അത്യാഗ്രഹികളായിരിക്കും, അതെനിക്ക് വേണം, വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയും, അങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള കുട്ടികളായിരിക്കും. മറ്റുള്ളവർക്ക് വിനാശം വരുത്തുന്ന രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. ക്രൂവൽറ്റി കൂടുതലായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ കുട്ടികൾക്ക്. അതിപ്പോ സഹപാഠികളോടായാലും അവരുടെ പെറ്റ് അനിമൽസിനോട് വെച്ചാൽ നമ്മൾ വളർത്ത മൃഗങ്ങളുണ്ടല്ലോ അതിനോടായാലും എങ്ങനെയാണ് അവർ പ്രതികരിക്കുക നമുക്ക് പറയാനായിട്ട് പറ്റൂല. ഇവരുടെ മൂവ്മെന്റ്സ് നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ക്ലംസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിചിത്രമായിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും അവര് പ്രകടിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ, നോട്ടി ചിൽഡ്രൻ മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് വീക്ക് ചിൽഡ്രൻ ആണ് കേട്ടോ. വീക്ക് ചിൽഡ്രൻ പറയുന്നതിന് മുമ്പ് ഞാൻ കഥ പറയാം. വീക്ക് ചിൽഡ്രനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കഥയാണ്. കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കഥ അത്ര ഇമാജിനേറ്റീവ് ആയിട്ടൊന്നും ആയിരിക്കില്ല കേട്ടോ, കാരണം റിയൽ സിറ്റുവേഷൻ ഞാൻ പറയുമ്പോ അതെങ്ങനെ ആകും എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം. അപ്പോ നമ്മളെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഫാദർ ആ കുട്ടിക്ക് ഫസ്റ്റ് ഡേ എന്ത് ചെയ്തു, പുതിയ പെൻസിൽ എടുത്ത് അതെന്ത് ചെയ്തു, ഷാർപ്പ് ചെയ്തു കൊടുത്തു വിട്ടു കേട്ടോ. ഒരു പെൻസിൽ അവന് കയ്യിൽ കൊടുത്തു വിട്ടു. അവൻ ക്ലാസ്സിൽ ചെന്നു. നമുക്കറിയാം അല്ലെ, LKG പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പോകുമ്പോ പെൻസിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ ചിലപ്പോ കയ്യും വീശായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 2-3 കൊണ്ടുവരും. അവർക്കും നമുക്ക് പറയാനേ പറ്റില്ല അതെങ്ങനെ വന്നേന്നൊക്കെ. അപ്പൊ ഈ കുട്ടി ഞാൻ ഈ പറയുന്ന കഥയിലെ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിൽ കൊടുത്തു വിട്ടു. ഫാദർ എന്ത് ചെയ്തു, പെൻസിൽ കൊടുത്തു വിട്ടു. അവൻ തിരിച്ചു വന്നപ്പോ അവന്റെ അച്ഛൻ ചോദിച്ചു എവിടെ പെൻസിൽ എവിടെയെന്ന് ചോദിച്ചപ്പോ അവൻ മറന്നുപോയി എന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറഞ്ഞു മറന്നുപോയിരുന്നു. പക്ഷെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞു, നാളെ നീ വരുമ്പോ പെൻസിൽ കൊണ്ടുവരണം, നീ പെൻസിൽ കൊണ്ടുവരാണ്ട് വരാനായിട്ട് പാടില്ല എന്ന് അവനെ വാൺ ചെയ്തിട്ട് എന്ത് ചെയ്തു,
അച്ഛൻ വിട്ടു. പിറ്റേ ദിവസം അവൻ എന്ത് ചെയ്തു വന്നു. അപ്പൊ അവൻ ചോദിച്ചു അച്ഛൻ ചോദിച്ചു പെൻസിൽ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു കൂട്ടുകാരനെ എഴുതാൻ കൊടുത്തിരിക്കുക, എനിക്ക് കിട്ടി, ഞാൻ അതിന്റെ കൂട്ടുകാരനെ എഴുതാൻ കൊടുത്തിരിക്കുക. ആദ്യമായിട്ട് അവൻ എന്ത് പറഞ്ഞു? കള്ളം പറഞ്ഞു കേട്ടോ, കള്ളം പറഞ്ഞു. അതൊക്കെ. പിറ്റേ ദിവസം അവൻ വിട്ടു. അവന് വൈകുന്നേരം ആയപ്പോഴേക്കും വളരെ ടെൻഷനായി. കാരണം എന്താണ്? അയ്യോ, ഇന്ന് വൈകുന്നേരം അച്ഛൻ പെൻസിൽ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തായാലും വഴക്ക് പറയും, നല്ല തല്ലിട്ടു. അതേപോലെയാണ് അവനെ ട്രീറ്റ് ചെയ്തത്, നല്ല തല്ലിട്ടു. അവൻ എന്ത് ചെയ്തു? നൈസായിട്ട് അവന്റെ കൂട്ടുകാരന്റെ പെൻസിൽ എടുത്തുകൊണ്ട് വന്നു, വീട്ടിലേക്ക് വന്നു. അച്ഛൻ ചോദിച്ചു വൈകുന്നേരം ആയപ്പോ, എന്റെ പെൻസിൽ എവിടെ? അവൻ ബോക്സ് വന്നിട്ട് പെൻസിൽ കാണിച്ചു കൊടുത്തു. അച്ഛന് കാര്യം മനസ്സിലായി. കാരണം എന്താണ്? ഇത് അവന് കൊടുത്ത പെൻസിലല്ല, നീ ഇത് ആരിൽ നിന്നാണ് മോഷ്ടിച്ചതെന്ന് ചോദിച്ചിട്ട് അതിനും അവനെ വഴക്ക് പറഞ്ഞു. ഓക്കെ. പിറ്റേ ദിവസം ടീച്ചറിന്റെ അടുത്ത് അച്ഛൻ ഈ കാര്യം പറഞ്ഞു. ടീച്ചറ് പക്ഷെ കുട്ടീനെ വഴക്ക് പറയാണ്ട് അച്ഛനോടാണ് പറഞ്ഞത്. കാരണം അവൻ ആദ്യം സത്യസന്ധമായിട്ട് പറഞ്ഞില്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞു, അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ എന്തായിരുന്നു, സാർ എന്താ ചെയ്തത്? വഴക്കാണ് പറഞ്ഞത്. നാളെ വരുമ്പോ അവൻ ആ പെൻസില് കൊണ്ടുവരണം, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടേ വീട്ടിൽ വരാൻ പാടുള്ളൂ എന്ന് വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ പിറ്റേ ദിവസം സാറിനോട് കള്ളം പറഞ്ഞത്. കള്ളം പറഞ്ഞു. പിറ്റേ ദിവസവും സാർ എന്ത് ചെയ്തു? വാൺ ചെയ്താണ് വിട്ടത്. അവൻ എന്ത് ചെയ്തു? ഒരാളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പെൻസിൽ മോഷ്ടിച്ചു വന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും, അവൻ കള്ളം പറഞ്ഞതിനും അവൻ സ്റ്റീൽ ചെയ്തതിനും കളവ് ചെയ്തതിനും ആകെ ആരാണ് ഉത്തരവാദി? ആ കുട്ടിയാണോ പാരന്റ് ആണോ ഉത്തരവാദി? ഫാദറാണ്. കാരണം അവൻ ആ പെൻസിൽ കൊണ്ടുവന്നില്ല, പോയെന്ന് പറയുമ്പോ നമ്മൾ അടുത്തൊരു പെൻസിൽ എടുത്തിട്ട് ഇത് കളയരുതട്ടാ, എന്തായാലും സൂക്ഷിച്ചു വെക്കണോട്ടാ എന്ന് പറഞ്ഞു വിടാണെങ്കിൽ, നമുക്കറിയാം കുഞ്ഞിക്കുട്ടികൾ ആദ്യം പോകുമ്പോ പെൻസിലുകൾ കളയും. അങ്ങനെയാണ്. ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞ് സൂക്ഷിച്ചു കൊണ്ടുവരണോട്ടാ എന്ന് പറഞ്ഞതിന് ചിലപ്പോ അവനത് ശ്രദ്ധിച്ച് കൊണ്ടുവന്നാനേ. പക്ഷെ അവനെ പേടിപ്പിച്ച് നിർത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ അവനോട് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് അവനത് പേടിച്ചത്. ഇങ്ങനെയുള്ള കുട്ടികള് ആണ് നമ്മൾ വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അവരെ കാണാനായിട്ട് ഗുഡ് ബിഹേവിയറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ നമുക്ക് അവർക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ കണ്ടാൽ നല്ല കുട്ടികളാണെന്ന് നമുക്ക് തോന്നും. ദേ ആർ ലേസി. അവർ പക്ഷെ എങ്ങനെയായിരിക്കും? വളരെ ലേസി ആയിരിക്കും. സ്റ്റിക്സ് ടു അഡൾട്ട്. മുതിർന്നവർ പറയുന്നതൊന്നും കേൾക്കില്ല. ആൻഡ് അഫ്രൈഡ് ഓഫ് എവറിത്തിങ് ന്യൂ. പുതുതായിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കര പേടിയുള്ള ആൾക്കാരായിരിക്കും. ദേ മേ ഫ്രം ദ ഹാബിറ്റ് ഓഫ് സ്റ്റീലിംഗ് ലൈയിങ് ആൻഡ് സ്റ്റീലിംഗ്. കളവ് പറയാ, അല്ലെങ്കിൽ മോഷ്ടിക്കുക, അങ്ങനത്തെ ഒക്കെ ക്യാരക്ടർ ഉണ്ടാവും. ഈ കുട്ടികൾ ഭയങ്കര സ്ലോ ലേണേഴ്സ് ആയിരിക്കും, പഠിക്കാനും കുറച്ച് പുറകിലേക്കായിരിക്കും. അപ്പൊ വീക്ക് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു നല്ല കുട്ടികളാണ്, നമ്മളിങ്ങനെ എന്താ പറയാ നല്ല കണ്ണടയൊക്കെ വെച്ചിട്ട് നല്ല കുട്ടിയാണെന്ന് അവർ ഫീൽ ചെയ്യും. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവരിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല. നല്ല കുട്ടികളായിട്ടായിരിക്കും അവർ നമ്മൾ കാണുന്നത്. പക്ഷെ അവര് എങ്ങനെയായിരിക്കും? ലേസി ആയിരിക്കും, മടിയന്മാരായിരിക്കും, അഡൾട്ടിനെ വളരെ പേടിയായിരിക്കും. മുതിർന്നവരോട് എതിർത്ത് സംസാരിക്കാനോ സ്വന്തം അഭിപ്രായം തുറന്നു പറയാനോ പേടിയുള്ള ആൾക്കാരായിരിക്കും. പുതുതായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് വളരെ ഭയമുള്ള ആൾക്കാരായിരിക്കും. ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഹാബിറ്റാണ് കളവ് പറയുക, സ്റ്റീൽ ചെയ്യുക, മോഷ്ടിക്കുക എന്നുള്ളതൊക്കെ ഈ കുട്ടികളുടെ ക്യാരക്ടറാണ്. പിന്നെ അതേപോലെ തന്നെ ഇവര് സ്ലോ ലേണേഴ്സ് ആയിരിക്കും, പഠിക്കാനും അത്യാവശ്യം വീക്ക് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷെ കാണുമ്പോൾ നല്ല കുട്ടികളാണെന്ന് തോന്നും. പക്ഷെ അപ്പൊ വീക്ക് ചിൽഡ്രൻസും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് എന്ന് മനസ്സിലായോ? പക്ഷെ വീക്ക് ചിൽഡ്രൻസിനെ ഡെവലപ്പ് ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓക്കെ, അത് മനസ്സിലായല്ലോ. പാരന്റ്സ് ആണ്. പാരന്റ്സിന്റെ പെരുമാറ്റത്തിലൂടെയാണ് ആ കുട്ടികള് എങ്ങനെ ഈ ലൈയിങ്ങും സ്റ്റീലിംഗ് ഒക്കെ ഇത് ചെയ്യുന്നത്. അതേപോലെ അവർ മടിയന്മാരാകുന്നതും അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാത്തതും എന്തുകൊണ്ടാണ്? അവരെങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അവർ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതൊന്നും ചെയ്യില്ലേ, ഇതിനെക്കൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് ആര് പറയും? പാരന്റ് പറയും. എല്ലാ കാര്യങ്ങളും ആര് ചെയ്തു കൊടുക്കും? പാരന്റ്സ് ചെയ്തു കൊടുക്കും. ഫുൾ നമ്മള് അറ്റാച്ച്മെന്റിൽ കുട്ടീനെ വളർത്തും. ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് അലൗ ചെയ്യേയില്ല. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? അവന് ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു നിമിഷം പറയും, നീ വലിയ കുട്ടിയായി, നീ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ആരാണ് ഈ വീക്ക് ചിൽഡ്രനെ ക്രിയേറ്റ് ചെയ്യുന്നത്? മുതിർന്നവർ, നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളോട് പെരുമാറുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വീക്ക് ചിൽഡ്രൻ ആയിട്ട് മാറുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കി, ഒരാൾ വായിച്ച്.
മാം ഞാൻ വായിക്കാം. Weak children. They are considered as good children, however, they are deviated. They are lazy, sticks to adult and afraid of everything new. They may form habits of lying and stealing. They are often considered to be slow learners. ഓക്കെ, വീക്ക് ചിൽഡ്രൻസ് കുറിച്ച് മനസ്സിലായോ? Yes, ma'am. ഇനി ബ്രൈറ്റ് ചിൽഡ്രനെ കുറിച്ചാണ് പറയുന്നത്. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കും, നല്ല ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികളായിരിക്കും, പഠിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ചുറ്റുമാണ്, നല്ല മിടുക്കരാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് അവര് കൂടുതൽ ടൈമും അവരുടെ ഇമാജിനേറ്റീവ് വേൾഡിലായിരിക്കും ജീവിക്കുന്നത്. നോട്ട് അക്സെപ്റ്റ് ദ റിയാലിറ്റി. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും ആര്? ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കല്ലേ, ഈ ക്ലാസ് എടുത്ത സമയത്ത് വേറെ ഏതെങ്കിലും ഇമാജിനേറ്റീവ് ലോകത്തേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? തുറന്നു പറഞ്ഞോട്ടാ, ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ? സ്വപ്ന ലോകത്തേക്ക് പോയിട്ടുണ്ടെങ്കിലോ? ആരും പോയിട്ടില്ല, നല്ല കുട്ടികളാണ് കേട്ടോ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഓക്കെ, പക്ഷെ ഞാൻ ചില പറഞ്ഞോടാ. ഞാൻ പെൻസിലിന്റെ കഥ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ എന്റെ മോനെ ഒന്ന് ഓർത്തുപോയി. മോന് ഇതേപോലെയാണ്, പെൻസില് സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് വരും, എന്നിട്ട് പിറ്റേ ദിവസമായിട്ട് വഴക്ക് പറയും, പക്ഷെ കൊടുക്കും ചെയ്യും. ഇങ്ങനെ പറയും, ഇനി കളയരുതിട്ടാ, ഇത് സൂക്ഷിച്ചു വെക്കണം, ഇനി കളഞ്ഞാൽ തരില്ല എന്ന് പറയും, എന്നിട്ട് കൊടുക്കും. എന്നിട്ട് കളഞ്ഞിട്ട് വരും? ഇല്ല, പിന്നെ കളയില്ല, കൊടുക്കും. പക്ഷെ കൊടുത്തില്ലാത്ത പക്ഷമാണ്, ഞാൻ ആ പറഞ്ഞ കഥയിൽ കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ സ്റ്റീൽ ചെയ്തതും പിന്നെ കള്ളം പറഞ്ഞൊക്കെ ചെയ്തത്. നമ്മളാണ് എപ്പോഴും കളഞ്ഞിട്ട് വരും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. എന്റെ മോളും ആദ്യം പോയി തുടങ്ങിയ സമയത്ത് ഇത് തന്നെയായിരുന്നു. പക്ഷെ കോമഡിയാണ് ആള്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, മോൾ കൊണ്ട് കളയരുത്, ചിലപ്പോ അവള് എല്ലാം കളഞ്ഞിട്ട് വരും. ചിലപ്പോ അവളുടെ കയ്യിൽ കുറെ പെൻസിലാണ്. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോ അതൊന്നും കാണില്ല. ഇനി എന്താ ചെയ്യണേന്ന് മാത്രം മനസ്സിലാകുന്നില്ല. എന്നിട്ട് പറയും ടീച്ചർ തന്നൂന്ന്. ടീച്ചർ കൊടുക്കും പെൻസില്, ആള് കളയാണ്. എന്താണെന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോ ബാഗിൽ വെച്ച് കൊടുത്തു വരുന്ന സാധനം, പക്ഷെ തിരിച്ചു വരുമ്പോ കിട്ടുന്നില്ല. അത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. മാം, എന്റെ മോൾക്കുള്ള ഒരു പരിപാടി എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരും. വേറെ പിള്ളേരുടെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ഡിസൈൻസ് ഉള്ളതാണെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരും. ചോദിക്കുമ്പോ പറയും എന്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്, പക്ഷെ അവള് കൊടുത്തിട്ടാണ് അത് മേടിച്ചോണ്ട് വരുന്നത്. എക്സ്ചേഞ്ചിങ് പരിപാടി ഉണ്ട്. ഞാൻ കൊടുക്കില്ല, ഞാൻ അത് തന്നെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് എടുത്തു കൊണ്ടുവരാൻ പറയും. പിന്നെ അവർക്ക് തന്നെ ബർത്ത്ഡേ ആയിട്ട് കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടും പെൻസില്. അപ്പൊ പറയും ഉമ്മാ തരണ്ട, ഞങ്ങൾക്ക് കിട്ടീന്ന് പറയും. അപ്പോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ബ്രൈറ്റ് ചിൽഡ്രനെ കുറിച്ചിട്ടാണ്. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവരോട് സംസാരിക്കുമ്പോഴായാലും അവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് പോസിറ്റീവ് ഫീലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അവർ ശരിക്കും അവരുടെ കൂടുതൽ ടൈമും അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഇപ്പൊ ഹോംവർക്ക് ആണെങ്കിൽ ഹോംവർക്ക് അവർ അസൈൻ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഇമാജിനേറ്റീവ് വേൾഡിലാണ്, സ്വപ്ന ലോകത്താണ് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. നോട്ട് അക്സെപ്റ്റ് ദ റിയാലിറ്റി. അവർക്ക് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ അവര് ചിലപ്പോ എഴുന്നേറ്റിരിക്കായിരിക്കും, പക്ഷെ അവരുടെ മൈൻഡ് എന്ത് ചെയ്തോണ്ടിരിക്കുക, വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കും. കാര്യം ഞാനിത് പറയാൻ കാരണം ഒരു ടൈം വരെ ഞാനും ബ്രൈറ്റ് ചൈൽഡ് ആയിരുന്നു, ചിൽഡ്രൻ ആയിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നു. കാരണം പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാനും ഇതേപോലത്തെ ഒരു ബ്രൈറ്റ് ചൈൽഡ് ആയിരുന്നു. കാരണം എന്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇമാജിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ ഒരുപാട് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിപ്പോഴായാലും കുറച്ച് ടൈം ഫ്രീ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ചിന്തിച്ചു പോകും. പക്ഷെ ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോഴും എപ്പോഴും ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഡീവിയേഷൻ എന്നിട്ട് പോയി. അപ്പോ
ഇമാജിൻ ചെയ്യുന്ന കൂടുതലായിട്ട് ഇമാജിനേറ്റീവ് വേൾഡിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ആര്? ബ്രൈറ്റ് ചിൽഡ്രൻ. അവർക്ക് റിയൽ വേൾഡിൽ അവർ ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ കുട്ടികളിൽ കാണുന്നത്. അതേപോലെ തന്നെ ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിൽ കണ്ടുവരുന്ന ഒരു 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അവര് നൈദർ ടു ഫൈറ്റ്, എന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകില്ല, ഒരാളായിട്ട് വഴക്ക് പറയാനോ കല്ലൊടിക്കാനോ ഒന്നും പോകില്ല. നോർ ഗീവ് ഇൻ ടു ഹോസ്റ്റൽ കണ്ടീഷൻ, ശത്രുത ഉളവാക്കുന്ന കണ്ടീഷനിലേക്കോ ഒന്നും പോവാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കും ആർക്കുള്ളത്? ബ്രൈറ്റ് ചിൽഡ്രൻസിന് ഉള്ളത്. എന്താ ഞാൻ പറഞ്ഞത്? ദേ ഹാവ് ചൂസൺ നൈദർ ടു ഫൈറ്റ്, മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ഒന്നും ചെയ്യാത്ത ക്യാരക്ടർ ആയിരിക്കും. പിന്നെ മറ്റുള്ളവരോട് ശത്രുത ഉളവാക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും ആർക്ക്? ബ്രൈറ്റ് ചിൽഡ്രൻ. കാരണം അവരവരുടെ കാര്യങ്ങളായി, മറ്റുള്ളവരെ എന്ത് ചെയ്താലും അവരത് ബാധിക്കുന്നില്ല, അവരവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ദേ മൂവ് ഓൺ, ദേ ആർ ടേൺ ദെയർ ബാക്ക് ടു റിയാലിറ്റി. അവർക്ക് റിയാലിറ്റി പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ആൻഡ് ആർ ലിവിങ് ഇൻ ദെയർ ഓൺ ഫാന്റസി. അവരുടേതായ ഫാന്റസിയും കാര്യങ്ങളിലും അവർ ജീവിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ദേ ആർ റെസ്റ്റ്ലെസ്. അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വിശ്രമം ഇല്ലാത്ത ഒരു കുട്ടികളും കൂടിയാണ് ആരും? ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഫുൾ ടൈം റെസ്റ്റ്ലെസ് ആയിരിക്കും, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവർ ടി വി ആണെന്ന്, പക്ഷെ ടി വി ആണായിരിക്കില്ല, അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ബുക്ക് വായിക്കുകയാണെങ്കിലും അവരുടെ മൈൻഡ് ചിലപ്പോൾ ബുക്കിലായിരിക്കില്ല, അവർ ചിന്തിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് ഒരു ഇമാജിനേറ്റീവ് ലോകം അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് വേൾഡിലായിരിക്കും അവർക്ക് ജീവിക്കാൻ കൂടുതൽ, അല്ലെങ്കിൽ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ അവർ ഇമാജിനേറ്റീവ് വേൾഡ്, റിയൽ വേൾഡിൽ അവർക്ക് കിട്ടാത്ത ഇഷ്ടവും കെയറും സ്നേഹവും കിട്ടുന്നതായിട്ട് ആ ഇമാജിനേറ്റീവ് വേൾഡിൽ അവരുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യും. അവർ അച്ഛനമ്മയും നല്ല രീതിയിൽ സ്നേഹിക്കുന്നതായിട്ടും അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കളിക്കുന്നതായിട്ടൊക്കെ അവരെന്ത് ചെയ്യും? ഇമാജിൻ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ബ്രൈറ്റ് ചിൽഡ്രനിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരാൻ കാരണം എന്ന് വെച്ചാൽ അവര് റിയൽ ലൈഫിൽ അവർ ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടാവുന്നില്ല. ആർക്ക്? ബ്രൈറ്റ് ചിൽഡ്രൻസിനെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടാവുന്നില്ല. റിയൽ ലൈഫിൽ അവരെങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അത് അവർക്ക് ഇഷ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ വരാനുള്ള കാരണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് എല്ലാവരും മൊത്തമായിട്ട് ഒന്നുകൂടി വായിക്കണം. ക്ലാസ് ഓഫ് ഡീവിയേഷൻ ഒന്നുകൂടി വായിച്ചു നോക്കണം കേട്ടോ. ഇത് വായിക്കണോ മാം? ബ്രൈറ്റ് ചിൽഡ്രൻ ആരാ വായിക്കുന്നേ? മോനാണോ വായിക്കുന്നേ? വായിക്കണം. എന്നിട്ട് ടോട്ടലായിട്ട് Bright children. These children are very imaginative and have a world of their own. They have chosen neither to fight nor give in to hostile conditions. They have tuned their back to reality and are living in their own fantasies. They are restless. Thank you, ma'am. എല്ലാവരും ഞാൻ വായിച്ചു നോക്കിയാൽ മൊത്തം ഒന്ന് വായിച്ചേ.
ക്ലിയർ ആയോ? ക്ലാസ് ഓഫ് ഡീവിയേഷൻ ക്ലിയർ ആയോ? ക്ലിയർ ആയി. നെക്സ്റ്റ് ഡീവിയേഷൻ നമ്മൾ നോക്കുന്ന ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഡീവിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഉള്ളിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോട്ടി ചൈൽഡ്, വീക്ക് ചൈൽഡ്, ബ്രൈറ്റ് ചൈൽഡ് ഒക്കെ അത്യാവശ്യം. ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്ട്, ഒരു എക്സാമ്പിൾ ആണ് പറയണേ. Dash childrens have chose neither to fight or not given into a hostile condition എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ നോട്ടി ചൈൽഡ്, സെക്കൻഡ് ഓപ്ഷൻ വീക്ക് ചൈൽഡ്, തേർഡ് ഓപ്ഷൻ ബ്രൈറ്റ് ചൈൽഡ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദ ബോണോ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൂടി വരാണെങ്കിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യേണ്ടത് വരും? റൈറ്റ് ചൈൽഡ്. അപ്പൊ കറക്റ്റ് ആണ്. ഡാഷ് ചിൽഡ്രൻസ് have the habit of lying and stealing. കള്ളം പറയാനും സ്റ്റീൽ ഓക്കെ. അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു വരുന്ന രീതി കേട്ടോ. അത് കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഡീവിയേഷൻ, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 1 2 3 4 5 6 5 പേജസ് ഉള്ളൂ. പക്ഷെ ചോദിക്കാൻ പോകുന്ന ചോദ്യം വെച്ചാൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് മേലെ ചോദിക്കും. അപ്പൊ നിങ്ങളൊന്ന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സസ് ഓഫ് ഡീവിയേഷനിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ കള്ളം പറയുന്നത്, ലൈങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈസും കാര്യങ്ങളുണ്ട്. അതേപോലെ വീക്ക് ചിൽഡ്രൻസ് തന്നെയാണ് ഫിയർ. ഈ കുട്ടികൾക്ക് ഭയങ്കര ഭയവും കാര്യങ്ങളായിരിക്കും, അത് വീക്ക് ചിൽഡ്രൻ ആയിരിക്കും. പിന്നെ നോട്ടി ചൈൽഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ബ്രൈറ്റ് ചൈൽഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ആദ്യം ബ്രൈറ്റ് ചൈൽഡിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഈ ക്ലാസ്സസിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പതുക്കെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു പോവാം. കാരണം മിസ് ഞാൻ പ്ലാസ്റ്റിക് പൂ കവർ വെച്ചിട്ട് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി, നേരത്തെ ഉണ്ടാക്കിയതാണ്. കൊറോണ ടൈമിലൊക്കെ കാണിക്കട്ടെ. ഓക്കേടാ, ഇതാണ് നല്ലതാണ്. താങ്ക് യു മാം. ഞാൻ നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആണോ? ഓൺലൈനായിട്ട് അത് സെയിലും ചെയ്യാറുണ്ട്. ഓക്കേടാ, നല്ലതാണ് കേട്ടാ. താങ്ക് യു മാം. ആടെ സൈൻ ഔട്ട് പറയുന്നേ? ശ്രുതി എപ്പോഴും പറയണല്ലേ? സോറി ട്ടാ, സഞ്ജന പറഞ്ഞ. Thank you, Aparna ma'am, for today's class on the topic deviation and classes of deviated children. It was very informative class. Thank you, my classmates, for your active participation. See you all in next class. This is Sajna signing out. Thank you all. Thank you.